കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രയും പേർക്ക് ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് കർത്താവ് നൽകിയ ഈ വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്, നമുക്ക് 2 മണി വരെയാണ് ടൈമുള്ളത്. നമ്മൾ ആദ്യം തീരുമാനിച്ചത് 2 സെക്ഷനായിട്ടാണ്. എന്നാലത് ഇപ്പോൾ 2 മണി വരെ ആക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് ബ്രേക്ക് വല്ലതും വേണമെങ്കിൽ നമുക്കത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ 2 മണിയാകുമ്പോഴത്തേക്ക് ഇത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ സഭയുടെ അടിസ്ഥാന ഉപദേശം, ദ ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻസ് ഓഫ് ദ ചർച്ച്. ദാറ്റ് ഈസ് ഐ വാണ്ട് ടു ടോക്ക് വിത്ത് യു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സഭയുടെ അടിസ്ഥാന ഉപദേശം എന്നൊക്കെ? അതൊക്കെ വലിയ എന്താ പറയണ്ടേ, ദൈവശാസ്ത്രപരമായ പദങ്ങളൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫൗണ്ടേഷൻ ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച്. ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ് മീൻസ് ദാറ്റ്സ് എ ഫൗണ്ടേഷൻ ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച്. പുതിയ നിയമസഭയുടെ അടിസ്ഥാനം, അടിത്തറ എന്ന് പറയുന്നതാണ് ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ്. ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ് എത്രയുണ്ടെന്നറിയാമോ? അതെവിടെയാണ് പരാമർശിച്ചിരിക്കുന്നതെന്നറിയാമോ? ഓക്കെ, നിങ്ങൾക്കത് അറിയില്ല എന്നെനിക്കറിയാം. ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻസ് പരാമർശിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ്. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സസ് ഫ്രം 37 ഓൺവേഴ്സ്. ഇവിടെ പാസ്റ്റർ പറഞ്ഞതുപോലെ, ദിസ് ഈസ് നോട്ട് എ റിവൈവൽ മീറ്റിംഗ്. ഹലോ, ലിസൺ ടു മീ. ദിസ് ഈസ് നോട്ട് എ റിവൈവൽ മീറ്റിംഗ്, ബട്ട് ഇറ്റ് ഈസ് എ സ്റ്റഡി ക്ലാസ്. So you should have your textbook. What is your textbook today? What is your textbook? Tell me. Bible is your textbook, okay? And you should have that textbook with you, and also you should have a pen and a notebook, okay? And there will be question to you, and also you have time to ask questions to me, okay? നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാം. ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കും. So you have to listen carefully and write it down. As I talk with you, that the fundamental doctrines is, we can see in the book of Acts chapter 2 verses from 37 onwards. അവിടെയാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്വർഗാരോഹണ സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകുന്നതിന് മുമ്പ് നിങ്ങൾ അവിടെ കാത്തിരിക്കണം. എന്തിനു വേണ്ടിയാണ്? എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനു വേണ്ടി, അതോ പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രാപിക്കാനായിട്ട് യെരൂശലേമിൽ കാത്തിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ യേശുവിൻ്റെ അമ്മ മറിയ ഉൾപ്പെടെ 120 പേർ മാളിക മുറിയിൽ കാത്തിരുന്നു. കർത്താവ് മരിച്ചടക്കപ്പെടുന്നത് നമുക്കറിയാം പെസഹയുമായി ബന്ധപ്പെട്ട ദിവസങ്ങളാണ്. പെസഹ കഴിഞ്ഞ 50-ാമത്തെ ദിവസമാണ് പെന്തിക്കോസ് പെരുന്നാൾ. പെന്തിക്കോസ്റ്റ് ഈസ് നോട്ട് എ ഡിനോമിനേഷൻ. പെന്തിക്കോസ്റ്റ് ഈസ് നോട്ട് എ ചർച്ച്. പെന്തിക്കോസ്റ്റ് ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ദ Jews that comes after the Passover. After the Passover, പാസ്ഓവറിന് 10 ദിവസത്തിന് ശേഷമാണ് പെന്തിക്കോസ്ത് പെരുന്നാൾ വരുന്നത്. അത് 50-ാമത്തെ ദിവസമാണ്. 40-ാമത്തെ ദിവസം കഴിഞ്ഞ് 10 ദിവസം കൂടെ കഴിഞ്ഞ് 50-ാമത്തെ ദിവസമാണ് പെന്തിക്കോസ്ത് പെരുന്നാൾ. അപ്പം ശിഷ്യന്മാർ ആ ദിവസങ്ങളിൽ, അഥവാ കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ബന്ധപ്പെട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസം പ്രത്യക്ഷനായി താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ചു. അതിനുശേഷം 10 ദിവസം കൂടെ കഴിഞ്ഞ് 50-ാമത്തെ ദിവസമാണ് പെന്തിക്കോസ് പെരുന്നാൾ. അങ്ങനെ അവർ ഏകദേശം ഒരു 10 ദിവസം അവിടെ കാത്തിരുന്നു. പെന്തിക്കോസ് പെരുന്നാളിൽ, പെന്തിക്കോസിൻ്റെ ആ ദിവസം പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷയിൽ സംസാരിച്ചു. അവർ സംസാരിച്ചത് ചുറ്റുപാടുമുള്ളവരെല്ലാവരും കേട്ടു.
വ്യത്യസ്ത ഭാഷക്കാരവിടെ ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോഴാണത് കാണുന്നത്. അപ്പോൾ അവരെല്ലാം കേട്ടപ്പോൾ പറഞ്ഞു, ഇതെല്ലാം ഞങ്ങളുടെ ഭാഷയാണല്ലോ. ഓരോരുത്തർ പറഞ്ഞു ഞങ്ങളുടെ ഭാഷയാണല്ലോ, അത് അവർ പറഞ്ഞു അവരുടെ ഭാഷയാണല്ലോ. അപ്പോൾ ഓരോരുത്തരും സംസാരിച്ചത് ആ നാട്ടിലുള്ള ഭാഷയായിരുന്നു. സ്തോത്രം. അപ്പോൾ ഇത് കേട്ടപ്പോൾ കുറേ ആളുകൾ പറഞ്ഞു ഇവര് മദ്യം കുടിച്ച് ലഹരി പിടിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങി. So when they heard the message of Peter, that message was about the incarnation of Jesus Christ, the suffering of Christ, and death and resurrection of Christ. That was the main message. യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരം, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയും കഷ്ടാനുഭവവും, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പൊക്കെ ആയിരുന്നു ആ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനം. So after this message, the people asked a question, what shall we do? എന്താ അവർ ചോദിച്ചത്? ഞങ്ങൾ എന്തു ചെയ്യണം? You can see that in Acts chapter 2 verse 37. അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം, എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് സഭയുടെ അടിസ്ഥാന ഉപദേശം. The answer for that question is the fundamental doctrines of the New Testament church. Okay? And I just point out that 7 doctrines. Okay? Number 1, repentance. I will explain later. What is that? Number 1, repentance. മാനസാന്തരം 38-ാം വാക്യത്തിൽ. Number 2, water baptism. What is that? Water baptism. That is 38, last part. And 39, number 3, the gift of the Holy Spirit. What is that? Gift of the Holy Spirit. And number 4, apostolic teaching. 41, verse 41. And വാക്ക് കേട്ടവർ ദൈവ സ്നാനമേറ്റു, 3000 പേർ സ്നാനപ്പെട്ടു, അവരോട് ചേർന്നു. 42, verse 42, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. And number 5, fellowship. The same word, കൂട്ടായ്മ ആചരിച്ചു. Number 6, holy communion, അപ്പം നുറുക്കി. Number 7, prayers, അവർ പ്രാർത്ഥന കഴിച്ചു പോന്നു. These are the 7 fundamental doctrines. Can you say? Number 1, repentance. Number 2, water baptism. Number 3, infilling of the Holy Spirit or the gift of the Holy Spirit. Number 4, apostolic teaching. Number 5, fellowship. Number 6, holy communion. Number 7, prayers. Did you get? Okay. Now we are going to talk about these things. As I said, it is very important in our Christian life. It's very important for the church. Listen, what is the meaning of the word repentance? You know, what is the repentance? What is repentance? Repentance എന്ന് പറഞ്ഞാൽ repentance is not salvation. Repentance is not salvation. But without repentance, there is no salvation. മാനസാന്തരം എന്ന് പറയുന്നത് രക്ഷയല്ല. പക്ഷേ മാനസാന്തരം കൂടാതെ രക്ഷിക്കപ്പെടാനായിട്ട് കഴിയില്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സോറി ഫോർ ദ റോങ് തിങ്സ്. ഞാൻ ചെയ്ത തെറ്റ്
സോറി ഫോർ ദാറ്റ്. ദാറ്റ്സ് ഓൾ. മനസ്സിലായോ? യോഹന്നാൻ സ്നാപകൻ യോർദാനിൽ പ്രസംഗിച്ചു. John the Baptist was preaching there in Jordan. What was the message? Repent. That's the message. Repent. So when they heard that message, the soldiers, ഒരു പട്ടാളക്കാരെല്ലാവരും കൂടെ വന്നിട്ട്, അവർ അന്നത്തെ റോമൻ പടയാളികൾ എന്ന് പറഞ്ഞാൽ they were so cruel, the Roman soldiers. അവർ ക്രൂരമായിട്ട് ആളുകളെ മർദ്ദിക്കുമായിരുന്നു. അപ്പോൾ അവർ വന്നു പറഞ്ഞു, oh, what we have to do? John said, you repent. Don't do the wrong things. നിങ്ങൾ തെറ്റ് ചെയ്യരുത്. So they said, okay, we sorry for that. And he baptized. It was not the Christian baptism. Baptized. The scribes, Pharisees, and all those people came. They said, John, what we have to do? യോഹന്നാൻ പറഞ്ഞു, നിങ്ങൾ മനസ്സാന്തരപ്പെടണം. ചുങ്കം പിരിക്കുന്നവരോട് പറഞ്ഞു, നിങ്ങൾ അധികം പിരിക്കരുത്. അവർ പറഞ്ഞു, ഞങ്ങൾ ഒത്തിരി അധികം പിരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇനി അധികം പിരിക്കരുത്. No, we will not do it. So what is repentance? നമ്മൾ ചെയ്ത തെറ്റ്, ഒരു കാര്യം തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യമായാൽ ഇനി ഞാനത് ചെയ്യില്ല, അതിൽ നിന്ന് ഞാൻ പിന്മാറുന്നു. ദാറ്റ് ഈസ് റിപ്പൻറ്റൻസ്. മനസ്സിലായോ? എന്നാൽ അത് രക്ഷയിലേക്ക് ആ ഒരു മാനസാന്തരമാണ് നമ്മളെ നയിക്കുന്നത്. ദാറ്റ് റിപ്പൻറ്റൻസ് ലീഡ്സ് us to salvation. Did you understand? അതാണ് നമുക്ക് ഇന്ന് പ്രധാനമായിട്ട് ഞാൻ ചിന്തിക്കുന്നത്. നമുക്കറിയാം, when John the Baptist came over here, the main message of John the Baptist was repentance and the kingdom of God. Okay, you can read that in Matthew chapter 3 verse 2. There John the Baptist was preaching over there, and he said, you repent, because the kingdom of God is at hand. Repent, the kingdom of God is at hand. And the main message of our Lord Jesus Christ was also repentance. In Mark chapter 1 verse 15, and also Matthew chapter 4 verse 17. And there are many other verses we can see. There Jesus also said, repent and believe the gospel, because the kingdom of God is at hand. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെയും സ്നാപക യോഹന്നാൻ്റെയും ഈ ഭൂമിയിലെ പ്രസംഗത്തിൻ്റെ പ്രധാന വിഷയമെന്ന് പറയുന്നത് എന്തായിരുന്നു? മാനസാന്തരപ്പെടുക എന്നതായിരുന്നു. മാനസാന്തരപ്പെടുക എന്നായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചപ്പോൾ തൻ്റെ പ്രസംഗത്തിലും ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 17 വേഴ്സ് 30 അവിടെ പറയുന്നത്, ഇപ്പോൾ എല്ലാവരോടും ദൈവം കൽപ്പിക്കുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നാണ്. അത് നാം ആക്ട് 17 വായിക്കുന്നുണ്ട്, 30-ാമത്തെ വാക്യത്തിൽ. അപ്പോസ്തല പ്രവർത്തനം 26-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവർ ദൈവത്തിങ്കലേക്ക് മാനസാന്തരപ്പെടണം എന്ന് ദൈവം കൽപ്പിക്കുന്നു, ദൈവം പറയുന്നു എന്ന് ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ലക്ഷ്യം നമ്മുടെ കർത്താവിൻ്റെ, യോഹന്നാൻ സ്നാപകൻ്റെ, പത്രോസിൻ്റെ, പൗലോസിൻ്റെ ഒക്കെ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു?
മാനസാന്തരമായിരുന്നു, റിപ്പൻറ്റൻസ് ആയിരുന്നു, റിപ്പൻറ്റൻസ്. ഓക്കെ, നിങ്ങൾ ഇത്രയും പ്രായമുള്ളവരൊക്കെയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും വലിയ തെറ്റും പാപമൊന്നും ചെയ്യാൻ പോയിട്ടില്ല. ദാറ്റ്സ് ട്രൂ. ബട്ട് സ്റ്റിൽ വി നീഡ് ദാറ്റ് റിപ്പൻറ്റൻസ് ഇൻ അവർ ലൈഫ്. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ അനുഭവം അതെല്ലാവർക്കും അനിവാര്യമായ ഒന്നാണ്. മാനസാന്തരത്തിൽ എന്തടങ്ങിയിരിക്കുന്നു എന്ന് അറിയാനായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഒരു നല്ല ഉദാഹരണം ഞാൻ എടുക്കാം. നിങ്ങൾക്ക് പരിചയമുള്ള പ്രോഡിഗൽ സൺസ് അല്ലേ? കേട്ടിട്ടുണ്ടോ? ലൂക്ക് ചാപ്റ്റർ 15 വേഴ്സസ് 11 ഓൺവേർഡ്സ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ നാം കാണുന്നത് ധൂർത്തുപുത്രൻ അവിടെ പരാമർശിക്കുന്നില്ല, എങ്കിലും നമ്മൾ സാധാരണ പറയുന്നത് അങ്ങനെയാണല്ലോ, ധൂർത്തുപുത്രൻ. ആ സംഭവം, മാനസാന്തരം, അതിനൊരു നല്ല ഉദാഹരണമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു അല്ലേ? 2 മക്കളുണ്ടായിരുന്നു. അതിലിളയവൻ അപ്പനോട് പറഞ്ഞു, അപ്പാ, എനിക്കുള്ള സ്വത്ത് മുഴുവൻ എനിക്ക് തരണം. അവൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് സ്വത്തെല്ലാം വാങ്ങി. അവൻ തൻ്റെ സ്വത്തെല്ലാം, അവൻ വീട് വിട്ടുപോയി, സ്വത്തെല്ലാം അന്യാധീനപ്പെടുത്തി. ഇവിടെ ഞാൻ I would like to give a practical lesson for the children. You know what the Bible says about such kind of children? അങ്ങനെയുള്ള അപ്പനമ്മമാരെ അനുസരിക്കാത്ത the disobedient children, അപ്പൻ്റെ അമ്മയുടെ വാക്ക് കേൾക്കാതെ ദൂർത്തടിച്ച് നടക്കുന്ന മക്കളെക്കുറിച്ച് പഴയ നിയമത്തിൽ ഒരു പരാമർശമുണ്ട്. അത് നിങ്ങൾ ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ, ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 21 വേഴ്സസ് ഫ്രം 18 ഓൺവേർഡ്സ്, അവിടെ ഒരു വീട്ടിൽ ഒരപ്പനും അമ്മയ്ക്കും ഇങ്ങനത്തെ ഒരു മകനുണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ ഒരു മകനുണ്ടെങ്കിൽ that parents should bring him to the elders. പട്ടണവാതിക്കൽ മൂപ്പന്മാരുടെ അടുത്ത് കൊണ്ടുവരണം. എന്നിട്ട് അപ്പനും അമ്മയും അവരോട് പറയണം, ഈ എൻ്റെ മകൻ, അവൻ ധൂർത്തുപുത്രനാണ്, അവൻ അനുസരണം കെട്ടവനാണ്, അവൻ ഞങ്ങളെ ഒന്നും അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മൂപ്പന്മാരുടെ അടുത്ത് കൊണ്ടുചെല്ലണം. So what the elders will do, you know, they will question him, and last they will stone him to death. That is the final judgment for the disobedient children during the Old Testament time. Did you understand? മനസ്സിലായോ? അപ്പോൾ പഴയ നിയമം വിധിക്കുന്നത് ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണം. There is no change for that. അതിനൊരു മാറ്റവും ഇല്ല. So this man also should be stoned to death. അവനും കല്ലെറിഞ്ഞു കൊല്ലപ്പെടേണ്ടവനാ. പക്ഷെ സംഭവിച്ചില്ല. അതൊരു പാഠമാണ് നമുക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചേ, in repentance there are some process that you can see here in this story. എന്താണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ആ മനുഷ്യനെ കുറിച്ച് നാം വായിക്കുന്നത്
അവനെല്ലാം നഷ്ടപ്പെട്ടവനായി തീർന്നു. He lost everything. His friends lost, his money, his peace, his joy, his health, and everything was lost. He became alone in another country. He became alone. Nobody was there with him. So he began to think, and he realized his real condition. In repentance, we should realize our real condition. നാം മാനസാന്തരത്തിൽ നമ്മുടെ യഥാർത്ഥ അനുഭവം എന്താണെന്ന് ഉള്ള തിരിച്ചറിവ്. പാപിയായ മനുഷ്യനെ രക്ഷിക്കാനായിട്ട് ആരും ഇവിടെ ഇല്ല. അവന് സഹായകനായിട്ട് ആരുമില്ല. അവൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി. അവന്റെ സന്തോഷം നഷ്ടപ്പെട്ടു, അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ ഒറ്റപ്പെടൽ, loneliness. Nobody is with him. So what the Bible says, you just read that word. Verse 17, somebody read. Yeah. അപ്പോൾ സുബോധം വന്നിട്ട്. Can you read that word in English? Verse 17. Luke chapter 15, verse 17. When he came to himself, see, he realized himself. What he realized? He realized that nobody is there to help me. Isn't that right? ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല. പന്നി തിന്നുന്ന ശാപ്പാട് കഴിക്കാൻ അവനെ അനുവദിച്ചില്ലെന്ന്. He realized himself. മാനസാന്തരത്തിൽ ആ പ്രോസസ്സിൽ നമ്പർ 1, we need to realize ourselves. Okay? We need to realize that I am alone. Nobody is there to help me. Nobody is there to help me. And I am talking about a sinner in this world. ഈ ലോകത്തിലൊരു പാപിയുടെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് മാതാപിതാക്കൾ ഉണ്ടാകാം, നിങ്ങൾക്ക് അവരൊക്കെ ഉണ്ടാകാം. ബട്ട് യു നീഡ് ടു റിയലൈസ് there is nobody to help me from my wretched condition. Okay? He realized. And then, എന്നിട്ട് എന്ത് ചെയ്തു? അവൻ സുബോധം വന്നിട്ട് എൻ്റെ അപ്പൻ, and then he began to think about his own home, his own house. തൻ്റെ വീടിനെ കുറിച്ച് ചിന്തിച്ചു. Did you understand? He is away from his home, from his father, away from God's presence. This is what is the condition of a sinner, away from the Lord. ഭവനത്തിൽ നിന്ന് വിദൂരത്തിലായിരിക്കുന്നു, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ അവൻ തൻ്റെ വീടിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. മാനസാന്തരത്തിലെ പ്രോസസ്സിൽ രണ്ടാമത്തെ ചിന്ത അതാണ്. നാം നമ്മുടെ വീടിനെ കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ ദേശം ഇതല്ല, നമ്മുടെ വീട് ഇതല്ല. നമുക്കൊരു നിത്യതയുണ്ട്, നമുക്കൊരപ്പൻ സ്വർഗത്തിലുണ്ട്.
We need to think about our Father in heaven. We need to think about our eternity. We need to think about the world which we are going to possess in our life. സ്തോത്രം. എന്നിട്ട് തൻ്റെ അപ്പൻ്റെ കൂലിക്കാത്ര വരെ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. ഞാൻ ആ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. 18-ാം വാക്യം. ശ്രദ്ധിച്ച് അടുത്തത്. അപ്പോ he realized himself. He began to think about his home, his parents, and his own country. And ഇപ്പോൾ അവൻ പറയാ, I will stand. ഇംഗ്ലീഷിൽ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? I will arise. I will arise. In repentance, this is very important. മാനസാന്തരത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. തെറ്റ് ഞാൻ ചെയ്തു, എൻ്റെ ജീവിതത്തിൽ പരാജയമുണ്ട്, ദൈവസന്നിധി വിട്ട് ഞാൻ അകന്നുപോയി, ഈ തിരിച്ചറിവൊക്കെ ഉണ്ടായിട്ടും അവിടെ തന്നെ ഇരുന്നാൽ, if we are still there in the present condition, there is no use of repentance. Did you understand? What we have to do? We need to arise from that condition. അവിടെ നിന്ന് നാം എഴുന്നേൽക്കണം. That is very important. That is very important. I will arise. ഞാൻ എഴുന്നേൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും? എൻ്റെ അപ്പൻ്റെ അടുത്ത് ചെല്ലും. The next process is ഞാൻ അപ്പനോട് പറയും. I will confess. Confession is an important process in repentance. ഏറ്റുപറയുക, ഏറ്റുപറച്ചിൽ. എന്താ ഏറ്റുപറയുന്നത്? അവൻ പറയുന്നുണ്ട്, അപ്പാ. ഇംഗ്ലീഷിൽ എങ്ങനെയാ എബി ബ്രദറെ അത് പറയുന്നത്? I have sinned against you and against the heaven. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. Stop. Once I was your son and I lost your presence and I lost the sonship. I have no right to call as your son. So forgive me. That is confession. That is confession. Praise the Lord. So dear children, let me ask a question to you. Have you ever have this experience in your life? നിങ്ങളുടെ ജീവിതത്തിൽ എന്നെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സ്നാനപ്പെടുന്ന മോന്റെ പേരെന്തുവാ? ഉറക്കെ പറ. നെയ്തൻ. നെയ്തൻ. Do you have an experience like this? Good. ആരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ, കുഞ്ഞുങ്ങളെ ഒരു പക്ഷേ നിങ്ങൾ പറയാം, ഞാൻ അങ്ങനെ പാപമൊന്നും ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ ഒന്നും പോയിട്ടില്ല. That's right. But remember, all the human beings who are born in this earth is a sinner and away from the presence of God. He need this experience in our life. അവൻ പറഞ്ഞു, ഞാൻ എഴുന്നേൽക്കും. I will arise and I will go to my father and I will confess. So this confession is very important. I will explain little more. ഞാനത് ഒരല്പം കൂടെ എന്താണ് കൺഫെഷൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. അപ്പം ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ എണ്ണുക എന്നൊക്കെ അവൻ പറഞ്ഞു. See, listen, in my imagination,
the condition of this man is very poor. അവന് എൻ്റെ ഇമാജിനേഷനിൽ മുടിയൊന്നും വെട്ടിയിട്ടില്ല, താടിയൊക്കെ നീട്ടി, ഷർട്ടൊക്കെ കീറി, പറഞ്ഞു പാൻറ്റോ എന്താ ഇടുന്നതെന്ന് വെച്ചാൽ അതൊക്കെ മുഷിഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥ. But remember, that father was waiting for his son, and he knew that one day my son will come back. He was a loving father. സ്നേഹനിധിയായ പിതാവ് തൻ്റെ മകൻ മടങ്ങി വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. I imagine like this. In everyday morning, that father will rise up and he go to the portico and he's waiting over there, looking forward. And he was looking and looking and looking, waiting for his son to come back. And one day, early in the morning, he rose up. He went to the portico. He sat down over there and he was looking. And far away he saw a person is coming. ദൂരവേ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ നടന്നു വരുന്നു. He couldn't realize who was that. That person was drawn nearer and nearer and nearer. അടുത്തടുത്ത് വരും തോറും that father realized that that is my son. ഒറ്റ നോട്ടത്തിൽ തൻ്റെ മകനാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കണ്ടീഷനിലായിരുന്നു. പക്ഷേ സ്നേഹനിധിയായ അപ്പൻ, the loving father, he could realize that is my son. What he did, he rose up and he ran to him and he hugged and kissed. ആ മകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് തൻ്റെ വീട്ടിലേക്ക് ആ അപ്പൻ ആനയിക്കുകയാണ്. My dear children, listen carefully. Our Father in heaven, He is a loving Father. He is a loving Father. Always He is waiting for His children who went away from His presence, is looking for Him to come back. തന്നിൽ നിന്ന് അകന്നുപോയ തൻ്റെ കുഞ്ഞുങ്ങൾ തന്നിലേക്ക് വരുന്നതും പ്രതീക്ഷിച്ച് സ്നേഹനിധിയായ ഈ അപ്പൻ കാത്തിരിക്കുകയാണ്. God the Father, the loving Father, was waiting for Nathan to come back to him. And God saw that he was coming. He came to him. Praise the Lord for that. Hallelujah. Now he became the son, not as a servant. ഒരു സർവൻ്റ് ആയിട്ടല്ല, മകനായി നെയ്തനെ സ്നേഹനിധിയായ കർത്താവ് ചേർത്തണച്ചു. Praise the Lord. Do you remember your date of birth? You know the date? Can you tell me? Date of birth. I am asking the date of birth. 2009. Then date? You know that, isn't it? Every year you have to remember that and celebrating that, isn't it? Good. But my question, do you remember your birth, the date of birth of your salvation? രക്ഷിക്കപ്പെട്ട ദിവസം
ഓർക്കുന്നുണ്ടോ? കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ദിവസം. Do you remember that? Okay. You have to remember. Don't forget it. Okay? Let me ask. നിങ്ങൾ എത്ര പേര് സ്നാനപ്പെടാത്തവരെന്ന് കൈപൊക്കിക്കേ. 1, 2, 3. You സ്നാനപ്പെട്ടതാ. വെരി ഗുഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടതായ ഒരു അനുഭവം. Do you have that experience in your life? So, this is very important. വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് നാം രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ സ്നേഹനിധിയായ അപ്പൻ ആ മകനെ ചേർത്തണച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? നാം വായിക്കുന്നത്, തൻ്റെ ദാസന്മാരോട് പറഞ്ഞു, ചേഞ്ച് ഹിസ് ഡ്രസ്. എന്തോ ചെയ്യണം? അവൻ്റെ ഡ്രസ്സ് മാറണം. And spiritually, what is this dress? In the book of Isaiah, we can see that dress is our salvation. What is that? Our salvation. A new dress is there. രക്ഷ എന്ന വസ്ത്രം. യെശയ്യാപ്രവചനം നാം വായിക്കുന്ന അങ്ങനെയാ, രക്ഷാവസ്ത്രം. രക്ഷിക്കപ്പെടുക. ഞാൻ പറഞ്ഞു, മാനസാന്തരം നമ്മളെ രക്ഷയിലേക്കാണ് നയിക്കുന്നത്. നോക്കിയാ, മകൻ മാനസാന്തരപ്പെട്ടു, കുറ്റബോധമുണ്ടായി, അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. അവൻ്റെ ഡ്രസ്സ് മാറ്റി, പുതിയ ഡ്രസ്സ് ഇട്ടു. A new dress was given to him. പുതിയ വസ്ത്രം അവന് കൊടുത്തു. അവൻ്റെ മുടിയെല്ലാം വെട്ടി, പുതിയ ചെരുപ്പിട്ടു, മോതിരമിട്ടു. Well dressed. A new man. He became a new man. അവനൊരു പുതിയ, a person who accepts Jesus as his personal Savior and Lord will become a new person in Christ. ക്രിസ്തുവിൽ അവനൊരു പുതിയ മനുഷ്യനായിത്തീരും. His way of talk will change. His way of walk will change. In all the areas of his life will be changed because he is a new person. അവനൊരു പുതിയ മനുഷ്യനായിത്തീരുകയാണ്. പുതിയ മനുഷ്യനായിത്തീരുകയാണ്. അതാണ് രക്ഷയുടെ അനുഭവം, രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ന്യൂ ടെസ്റ്റമെന്റ് teaches that all have sinned and come short of the glory of God in the book of Romans. എല്ലാവരും പാപം ചെയ്ത ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. The wages of sin is death. Wages of sin is, what is the meaning of the word death? Josh, death. What's the meaning of death? No? What's the meaning of the word death? Death means separation. That's all. What's the meaning? Separation. And according to the Bible, there are two kinds of death. Number one, physical death. What is that? Physical death. Physical death means separation. So what is physical death? Physical death means the life separating from this physical body.
Did you understand? ഇപ്പം ഞാനിവിടെ വീണ് മരിച്ചു എന്നിരിക്കട്ടെ. മരിച്ചാൽ നിങ്ങളെല്ലാവരും കൂടെ കരയും, അയ്യോ പാസ ബാബു പോയേ, he went away, isn't it? What has gone? എന്താ പോയേ? The life. My body is there, but the life has gone. So death is separation. And the second is spiritual death. What is the meaning of spiritual death? Spiritual death, the soul is separating from God. Did you understand? What is spiritual death? The soul or the spirit is separating from God. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവമെല്ലാം സൃഷ്ടിച്ചു. God created everything. And in the east there was a garden. What is that garden? Garden of Eden. ഏദൻ തോട്ടം ഉണ്ടാക്കി. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കി. Every day at the sunset, God used to come down to that garden, isn't it? And when God comes, Adam and Eve will run to God, isn't it? Am I right? Tell me. Am I right? Adam and Eve ran to God. They enjoyed the presence of God, isn't it? God and man were talking together. So they enjoyed. പാപം ചെയ്ത, ദൈവകൽപ്പന ലംഘിച്ച അന്നും ദൈവം തോട്ടത്തിൽ വന്നു. Is it right? Is it right? The same day when Adam and Eve disobeyed the commandment of God, that day also God came in the Garden of Eden. But where is Adam and Eve? They ran away from God. അവർ ദൈവത്തിൽ നിന്ന് ഓടി അകന്നു. They hide themselves. Let me ask a question. Did Adam and Eve die? ആദവും അവയും മരിച്ചോ? മരിച്ചൊന്നുമില്ല. ആദവും അവയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. But spiritually they died because they separated from God. Did you understand? So a sinner is always spiritually dead and he is separated from God. He needs to come near to God. That is the purpose of God. അതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം. So listen carefully. അപ്പോൾ ആദം പോയി എന്ത് ചെയ്തു? They ran away from God. Number 2, ദൈവം ചോദിച്ച ആദം ഹവ്വമാരോട് ചോദിച്ചു, ആദമേ നീ എവിടെ? God asked, where are you? So what was the answer? എന്തായിരുന്നു അവരുടെ മറുപടി? നിന്റെ കാലൊച്ച, when we heard the sound of your walking, ഞങ്ങൾ എന്ത് ചെയ്തു? ഭയപ്പെട്ട് ഓടി ഒളിച്ചു. So fear comes there. Did you understand? ഭയം അവിടെയാണ് വരുന്നത്. ഭയം, മനുഷ്യന്റെ ഉള്ളിൽ ആ ഭയം പാപം ചെയ്തതോടുകൂടിയാണ് വന്നത്. ഭയം വന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് അവർ അന്യപ്പെട്ടു. ഭയം അവന്റെ ഉള്ളിൽ വന്നു.
പിന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. Now, as an evangelist, I would like to share the gospel with you. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഒരു സുവിശേഷ സന്ദേശം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ദൂരവേ അകന്നുപോയി, അവനെ രക്ഷിക്കുവാൻ ലോകത്തിൽ ആർക്കും കഴിയാതെ എല്ലാവരും കൈമലർത്തി. മതങ്ങൾക്കോ കർമാചാരങ്ങൾക്കോ നേർച്ചകാഴ്ചകൾക്കോ തീർത്ഥാടനങ്ങൾക്കോ, see, religion, the pilgrims, the money, whatever we do for our salvation, nothing works. ഒന്നും പ്രവർത്തിക്കാതെ മനുഷ്യൻ നിസ്സഹായനായി തീർന്നു. മനുഷ്യൻ നിസ്സഹായനായി തീർന്നു. യാഗങ്ങളുടെ പെരുപ്പം, മൃഗങ്ങളുടെ രക്തം, ഇവയ്ക്കൊന്നും മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവനെ രക്ഷിക്കാനായിട്ട് കഴിയാതെ പോയി. Bible says, in the fullness of time, God sent forth His only begotten Son to this world as a savior of the human beings. കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി, മാനവകുലത്തിൻ്റെ രക്ഷകനായി ഭൂമിയിലേക്ക് അയക്കുവാനായിട്ടിടയായി തീർന്നു. Listen, my dear friends. Jesus Christ, the Son of God, He was God. He was there in heavenly places. But He took the form of a man as you and me. എന്നെ പോലെ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യരൂപമെടുത്ത കർത്താവ് ലോകത്തിലേക്ക് വന്നു. While I was studying in seminary, I could submit a thesis. So my thesis was a comparative study between the incarnation of Jesus Christ and the 10 avataras of Vishnu in Hinduism. This was my theme of the thesis which I submitted there in the seminary. So I have a detailed study about that. What I have to say is that Jesus Christ took the form of a man. മനുഷ്യരൂപമെടുത്തു. എന്താ ബൈബിൾ പറയുന്നത്? പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. പാപം ഒഴികെ. Listen. While Jesus was on this earth, He lived a holy life. There was no sin in Him. പാപമൊഴികെ പാപത്തിന് അവന്റെ മേൽ ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല. കാരണം താൻ ഈ ലോകത്തിലേക്ക് വന്നത് മാനവകുലത്തെ അവരുടെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാനായിരുന്നു. He lived
33 and a half years on this earth, he proved that he is the Son of God. He proved that he is God. അവൻ ദൈവമെന്ന് തെളിയിക്കുവാനായിട്ടിടയായി തീർന്നു. But he himself given to the purpose of God the Father. That purpose was to die for you and me. നമുക്ക് വേണ്ടി മരിക്കുക എന്നതായിരുന്നു പിതാവായ ദൈവത്തിൻ്റെ ഹിതം. John 3:16, all of you know that word. How many of you know? Can you say? John 3:16. God so loved the world. World means the people, those who are living in this world. He so loved you and me. God so loved the world. Then that he gave his only begotten Son. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഇവിടെ കുറെ കാലം ജീവിക്കാനല്ല. Jesus came into this world not to live forever, but to die. We all are born in this earth to live, isn't it? നിങ്ങൾ ആരെങ്കിലും മരിക്കാനായിട്ട് ജനിച്ചവരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മൾ ആരും മരിക്കാൻ ജനിച്ചവരല്ല, ജീവിക്കാൻ ജനിച്ചവരാ, അല്ലേ? Is it? Yes. But only Jesus, born in this world to die. മരിക്കാൻ ജനിച്ച ഒരൊറ്റ വ്യക്തി ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രം. That death was for our sin. ആ മരണം നമ്മുടെ പാപത്തിന് വേണ്ടിയുള്ള മരണമായിരുന്നു. നാം ഒരു കാര്യം ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. യേശുക്രിസ്തുവിന്റെ മരണം അതൊരു കൊലപാതക മരണമല്ലായിരുന്നു. The death of Jesus Christ was not a murder. യേശുക്രിസ്തുവിന്റെ മരണം ഒരു സ്വാഭാവിക മരണമല്ലായിരുന്നു. It was not a natural death. യേശുക്രിസ്തുവിന്റെ മരണം ഒരു ആത്മഹത്യയല്ലായിരുന്നു. യേശുക്രിസ്തുവിന്റെ മരണം ഒരു പ്രായശ്ചിത്ത മരണമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പകരക്കാരനായി കർത്താവ് മരിച്ചു. പകരക്കാരനായി. Remember, my dear friends, how many wrong things we have done with our hands? Am I right? How many wrong things? We ought to be punished, but instead of me, his both hands were pierced with a nail. അവന്റെ രണ്ട് കരങ്ങളും തുളയ്ക്കപ്പെട്ടു. How many wrong ways we walked with our two legs? We ought to be punished, but instead of me, his two legs were pierced. How many wrong things were there in our mind? We ought to be punished. But, when we see the picture of Jesus on the calendar, നമ്മളൊരു വട്ടത്തിലൊരു മുള്ളുകൊണ്ടുള്ളൊരു ഇതിങ്ങനെ വെച്ചേക്കുന്നതാ. But it was not like that. Just like a helmet.
യേശുവിൻ്റെ തലയിൽ വെച്ച കിരീടം ഒരു ഹെൽമറ്റ് പോലെയായിരുന്നു, മൊത്തം കവർ ചെയ്യുന്ന. ചരിത്രകാരനായ ജോസിഫസ് പറയുന്നത്, ഈ ഹെൽമറ്റ് തലയിൽ വെച്ചിട്ട് ഒരു വലിയ കോലുകൊണ്ട് അതിൽ ആഞ്ഞടിച്ചു. One of the thorns came out through his eyes. അതിലൊരു മുള്ള് അവൻ്റെ കണ്ണിലൂടെ പുറത്തു വന്നു. It is for me and for you, for all the human beings. How many wrong things came in our heart? We ought to be punished. But remember, അവൻ്റെ വിലാപ്പുറം കുത്തിത്തുളച്ചു. This all he suffered for you and me, for all the human beings. സകല മാനവജാതിക്കും വേണ്ടി യേശു കർത്താവ് ഇത് സഹിച്ചു. അവൻ്റെ ശരീരം അടിച്ചു കീറി. For a moment, will you please close your eyes? My dear children, you just remember that my punishment was taken by my Savior Jesus Christ. He died for me. He shed his blood. He died on the cross. He died on the cross. He died on the cross. His death was for me, for my sin, for my sin. Lord, I admit my sin in front of you. Lord, I confess that before you. If you believe that, you need to accept Jesus as your personal Savior and Lord. In your heart, will you pray this prayer? Lord, I am a sinner. I commit many wrong things in my life. Lord, I am a wretched man, a person. I believe that you came into this world, you suffered, you died for me. Lord, I accept you as my personal Savior and Lord. Come into my life. Receive me as your son, as your daughter. In Jesus' name. Amen. 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 Listen. So, in repentance, this is very important. Okay? So, salvation means, I have told you that we need to admit that I am a sinner. And we need to believe that Jesus Christ came into this world for my sin, died for my sin, rose again, and he will come back. And then you need to receive Jesus as your personal Savior and Lord in your heart. In your heart. നിങ്ങൾ ഒരു പാപിയാണെന്ന് അംഗീകരിക്കണം. എൻ്റെ പാപത്തിന് വേണ്ടി കർത്താവ് ലോകത്തിൽ വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കണം. യേശുവിനെ രക്ഷകനും കർത്താവുമായി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സ്വീകരിക്കണം. Then you will become the sons of God.
John chapter 1 verse 12. What it says? യോഹന്നാൻ 1:12 എന്താ പറയുന്നത്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. So now you become the sons of God. How many of you have that assurance in your life? Let me see your hand. Thank you. You should have that assurance that you are a sons of God. Okay? അങ്ങനെ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉപദേശമാണ് സ്നാനം. രണ്ടാമത്തെ ഉപദേശമാണ് സ്നാനം. Okay? Now we are going to talk about what is baptism. സ്നാനം എന്താണ് എന്ന് നമ്മൾ പഠിക്കാൻ പോവാം. സ്നാനം ഈസ് എ സാൻസ്ക്രിറ്റ് വേർഡ്. സ്നാനം എന്ന് പറയുന്ന ഒരു സാൻസ്ക്രിറ്റ് കേട്ടിട്ടുണ്ടോ? ജോഷ്, യു നോ സാൻസ്ക്രിറ്റ്? സാൻസ്ക്രിറ്റ് എ ലാംഗ്വേജ്. That's one of the Indian language, you know. Yeah. Sanskrit. സംസ്കൃതം കേട്ടിട്ടുണ്ടോ? One year I studied Sanskrit. ഒരു വർഷം ഞാൻ സാൻസ്ക്രിറ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്നാനം എന്ന് പറഞ്ഞാൽ സംസ്കൃത ഭാഷയിൽ കുളിയുന്ന. How many of you have take bath today? Josh? Did? I'm asking today. No. I took. Praise the Lord. ഇപ്പൊ കുളിന്നേ ഉള്ളൂ സ്നാനം എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? കുളി. ബട്ട് ബിബ്ലിക്കലി ബാപ്റ്റിസം ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. ബാപ്റ്റിസം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. പാസ് പ്രാരംഭത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ബാപ്റ്റിസോ, ദാറ്റ് ഈസ് ദ ഗ്രീക്ക് വേർഡ് ഫോർ ബാപ്റ്റിസം. ദാറ്റ് ഈസ് baptizo. That is the Greek word. The meaning of that word is immerse or submerge or to dip under. മുഴുകുക, വെള്ളത്തിനടിയിലേക്ക് പോകുക എന്നൊക്കെയാണ് ബാപ്റ്റിസോ എന്ന ആ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം. സ്നാനം എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. മനസ്സിലായോ? അല്ലാതെ സ്നാനം എന്ന് പറഞ്ഞാൽ കുളി എന്നുള്ള അർത്ഥമേ ഉള്ളൂ. പൗലോസ് തന്നെ അത് പറയുന്നുണ്ട്. സ്നാനം എന്ന് പറഞ്ഞാൽ ജഡത്തിലെ അഴുക്ക് കഴുകി കളയുന്നതല്ല. ഇറ്റ് ഈസ് നോട്ട് വാഷിങ് അവർ ബോഡി. മനസ്സിലായോ? അതിനകത്ത് there is an inner meaning for that. Actually, baptism on the basis of Bible or biblical stand, it is represent the death, burial and the resurrection of Jesus Christ. What is that? Death, burial and resurrection of Jesus Christ. Those who are not saved is dead in sin. Did you understand what I mean? Those who are not accept Jesus as their personal Savior and Lord is dead in sin. രക്ഷിക്കപ്പെടാത്തവർ പാപത്തിൽ മരിച്ചവരാണ്. ആരാണ്? പാപത്തിൽ മരിച്ചവരാണ്. ബട്ട് ദോസ് ഹു ആർ സേവ്ഡ് ആർ ഡെഡ് ഫോർ സിൻ. Did you understand the difference? Dead in sin, dead for sin. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? രക്ഷിക്കപ്പെടാത്തവൻ പാപത്തിൽ മരിച്ചു.
എന്നാൽ രക്ഷിക്കപ്പെട്ടവൻ പാപത്തിനു മരിച്ചു. Sin no more reign over him, but he is reign over the sin. ഇനി പാപം ഒരിക്കലും അവനെ വാഴുന്നില്ല. രക്ഷിക്കപ്പെട്ടവൻ പിന്നെ പാപത്തെ വാഴുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റോമൻസ് ചാപ്റ്റർ 6, റോമാലേഖനം 6-ാം അധ്യായം ഈ കാര്യം പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. എന്താ നമുക്ക് കാണുവാൻ കഴിയുന്നത്? Can you read Romans chapter 6 verse 4? അവന്റെ മരണത്തിൽ listen, I said that we are dead for sin. Listen, this is very important. We are dead for sin. നമ്മൾ പാപത്തിന് മരിച്ചു. രക്ഷിക്കപ്പെട്ടവർ, ജോഷ്, do you believe that you died for sin? You need to confirm that. Do you believe that? Huh? My question. Did you accept that you are a sinner? Yeah. Do you believe that Jesus Christ came to this world for your sin? Yes. Do you believe or did you accept Jesus as your personal Savior and Lord? Did you accept? Yes. That means you are dead for sin. Did you understand? You are dead for sin. Nathan is died for sin. മോടെ പേരെന്തോ? What is your name? Eva. Do you believe that you are died for sin? Do you believe? Do you? Yeah. So, what we will do for a dead body? We will bury it. Am I right? ചത്ത മനുഷ്യനെ കുഴിച്ചിടത്തില്ലേ? ഇപ്പോൾ സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പം ഒരാഴ്ചയൊക്കെ വെച്ചേക്കാം, ഫ്രീസറിനകത്തല്ലേ വെച്ചേക്കും. നത്തിങ് മോർ. He must be buried. അപ്പൊ ചത്ത മനുഷ്യനെ എന്ത് ചെയ്യണം? കുഴിച്ചിടണം. The dead body should be buried. So Josh, you realize that you are died for sin. Now you are a dead person for sin. So what do you have to do? We should bury you. Did you understand? I'm asking, frankly I'm asking, did you understand? Yeah. So we are going to bury Nathan. We are going to bury him. What is that burial? What is that burial? That Romans chapter 6 verse 4. Can you read that word? Little loudly, please.